വേണ്ട വേണ്ടെന്ന് വെച്ചോളും തലയ്ക്കാരെ നിരങ്ങാൻ നോക്കണടാ. ചേട്ടനാണ് വയസ്സിന് മൂത്താണോ ഞാൻ നോക്കൂലേ. എന്ത് ചെയ്യും? ഈ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. അത് ഭാര്യയുടെ കൈവിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഇവരുള്ള വീട്ടിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂലെന്ന്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനും എന്റെ ചേട്ടനും തമ്മിൽ ഈ വീട്ടിൽ ഒടുക്കത്തടിയാണ്. ഒരിക്കലും ഞങ്ങളുടെ ഭാര്യമാര് തമ്മിലാണ് ശരിക്കുള്ള അടി. എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ സമയം, അപ്പോൾ എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് എൻ്റെ ചേട്ടത്തിക്കൊക്കെ എന്നെ എന്ത് ഇഷ്ടമായിരുന്നു. ചേട്ടന് മതി സത്യമായിട്ട് എനിക്ക് വേറെ പറഞ്ഞു. ഇത് കൂടെ കഴിക്ക്. അമ്മയാണ് തന്നെങ്കിൽ ഇപ്പൊ കഴിക്കൂലേ? ശ്രീയുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത് മൊത്തം അങ്ങോട്ട് കഴിച്ചേ. അയ്യോ എനിക്ക് മതി, ഏടത്തെ കുറച്ച് എടുക്ക്. നോക്ക്, ഇത് നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയത്. അങ്ങോട്ട് കഴിക്കും. ഇവർ തമ്മിൽ എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയെന്ന് അറിയില്ല. പക്ഷെ പോകെ പോകെ ഇവർ തമ്മിൽ ചീള് കാര്യങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. പ്രൈമില് കൽക്കി റിലീസായ എടാ, നമുക്ക് ടി വിയിൽ കൽക്കി ഉണ്ടല്ലോ. അയ്യോ എടുത്തി, ഞാൻ ആവേശം ഇടായിരിക്കുകയായിരുന്നു. അയ്യോ, അത് ഞാൻ ഓൾറെഡി കണ്ടടി. നമുക്ക് ഇപ്പൊ കളിക്കേണ്ടിട്ട് നീ പിന്നെ ഇരുന്ന ആവശ്യം കണ്ടോ? അത് ഇന്നലെ രാത്രി പ്രൈമി ഇറങ്ങിയപ്പോ തന്നെ ഞാൻ പകുതി കണ്ട്. അതിനിപ്പോ എന്ത്, ഒന്നും കൂടെ കാണും. എന്നാ ഏട്ടത്തി ആവേശം ഒന്നുകൂടെ കാണും. എടുത്തി, ഇന്നലത്തെ കറിയിൽ ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നേ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. ശ്രേ ഇടല്ലേ ഇടല്ലേ, ഞാൻ എന്താ കുറച്ച് ദിവസമായിട്ട് കൂട്ടിയിട്ടിരിക്കോ, ഒന്ന് കഴിക്കോട്ടെ. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ചൊറിയാൻ തുടങ്ങിയവര് പിന്നെ അതേ കാര്യങ്ങൾക്ക് പരസ്പരം പ്രതികരിക്കാൻ തുടങ്ങി. എന്തുള്ളൂലാന്ന് നീ ഇന്നലെ ഉണ്ടാക്കിയ തോരനക്കാലം എന്തുകൊണ്ട് ഭേദമാണ്. ഇന്നലെ ഗതികെട്ടാ കഴിച്ചത്. അങ്ങനെ ഗതികെട്ട് തിന്നണമെന്ന് ഞാൻ ഇവിടെ ആരെടുത്തും പറഞ്ഞില്ല. ഇനി ഞങ്ങൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാം. എങ്കിൽ അത് തന്നെ ഏറ്റവും നല്ലത്. ഇവിടെ വെച്ചിരുന്ന ഫോം ആരാ എടുത്തേ? അയ്യോ, അത് ആവശ്യമുള്ളതായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അത് സൂക്ഷിച്ച് എവിടെയെങ്കിലും മാറ്റി വെക്കണമായിരുന്നു. ഇതിപ്പോ താഴെ കിടന്നപ്പോ ഞാൻ അടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇട്ടു. ഇടി, അതിന്റെ ജോലിക്കുള്ള ആപ്ലിക്കേഷൻ ഫോം ആയിരുന്നു. എടുത്ത് കളയും മുമ്പ് രണ്ട് ഉണ്ട കണ്ണുണ്ടല്ലോ, ഒന്ന് തുറന്നു നോക്കണമായിരുന്നു. ഓ ആയിക്കോട്ടെ മാഡം, ഇനി ശ്രദ്ധിച്ചോളാം. ഇതെന്താ രണ്ടുപേർക്ക് രണ്ട് ഭക്ഷണമൊക്കെ? ഇനി തൊട്ട് ഞാൻ ഉണ്ടാക്കുന്ന കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചാൽ മതി. ആര് പറഞ്ഞു എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ? വെച്ച് ഞാൻ കഴിക്കും. ഈ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾക്ക് ഇനി തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം? കുക്കിങ്ങിന് രണ്ടുപേർക്കും സെപ്പറേറ്റ് സമയമായിരിക്കും. കുക്കിങ്ങിന് മാത്രമല്ല, ഇനി തുണി കഴുകുന്ന കാര്യത്തിലും അതെ. അങ്ങനെയാണെങ്കിൽ ടി വി കാണുന്ന കാര്യത്തിലും വേണം. എപ്പോഴും സോഫയിൽ കയറി കിടന്നാലേ ഞങ്ങൾക്ക് ടി വി കാണണം. അയ്യോ, അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ എനിക്ക് പ്രശ്നമുണ്ട്. എന്നാ പിന്നെ പച്ചക്കറി ഇനി സെപ്പറേറ്റ് വാങ്ങിച്ചാൽ മതി. ഫുൾ ടൈം AC ഇട്ടുകൊണ്ടിരിക്കുന്നത് കറണ്ട് ബില്ലൊന്നും എന്റെ ഭർത്താവിന് അടയ്ക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ഗ്യാസും വാട്ടർ ബില്ലും ഒക്കെ തന്നെ സെപ്പറേറ്റ് പോകും. വൈഫൈ ഞങ്ങൾ മാത്രമൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്. ഒന്നും നമ്മൾ മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു വീടാകുമ്പോ ഇതൊന്നും ആരും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. ഈ വീട് വൃത്തിയാക്കുന്നതേ എന്റെ മാത്രം ആവശ്യമൊന്നും അല്ല, അത് വൃത്തികേടാക്കുന്നവർക്കും ബാധക. നിങ്ങൾ ഇതും പറഞ്ഞു വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടേ ചുമ്മാ എന്നെ ചൊറിയാൻ വരല്ലേ. നീ രാവിലെ എനിക്ക് വൃത്തിയാക്കണം. എന്തിനു വെച്ച് താമസിപ്പിക്കണം? ഇനി കണിയാവുന്ന സമയം കുറിച്ച് തരണമായിരിക്കും. ജോലിക്ക് പോണവരാകുമ്പോൾ കുറച്ച് ടയേർഡായി ഉറങ്ങിയെന്നിരിക്കും. ഇതൊക്കെ എണീറ്റിട്ടായാലും ചെയ്യുമല്ലോ. ഇതൊക്കെ ജോലിയുള്ളവരടുത്ത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അയ്യ, അവള് വലിയ ഉദ്യോഗസ്ഥ. എന്റെ ഭർത്താവ് റെഫർ ചെയ്തുകൊണ്ട് മാത്രം നിനക്ക് ജോലി കിട്ടുന്ന മറക്കണ്ട. നിങ്ങളുടെ ഭർത്താവിന്റെ റെഫറൻസ് കൊണ്ടൊന്നും മാത്രമല്ല, എന്റെ എക്സ്പീരിയൻസും കഴിവും കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ഈയടാ, അവളുടെ ഒരു എക്സ്പീരിയൻസ്. അന്ന് ഇന്റർവ്യൂവിന് പോയപ്പോ രണ്ടും കൂടെ അടിച്ച് ചാവും. ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ അറിയും. ഓ തന്നെ ചേട്ടാ ചുമ്മാ സംസാരിച്ച് വഷളാക്കല്ലേ. ഇതിനിടയിൽ നീ ഇടപെടണ്ട കേട്ടോ. ഞാൻ നിന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചില്ല.
എടാ ഇത് എന്റെ വീടാണ്, ഞാൻ അഭിപ്രായം പറയും. പിന്നെ എന്ത്, ഇത് എന്റെ വീടും കൂടെ ഇല്ലേ? അതിനെ ഓർമ്മിപ്പിച്ചു തരണോ? വേണ്ടെന്ന് വെച്ചാൽ തലയിക്കാരൻ നിരക്കാൻ നോക്കണടാ. ഇപ്പം മനസ്സിലായില്ലേ നേരത്തെ എന്താ സംഭവിച്ചതെന്ന്? അല്ലാതെ ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. അതെ, എന്തെങ്കിലും ചെയ്ത് ഈ രണ്ടെണ്ണത്തിനെ ഒന്നിപ്പിച്ചില്ലെങ്കിൽ ജന്മത്തിൽ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂല. എടാ ഞാൻ ഒറ്റയ്ക്ക് ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടണില്ല. നീ കൂടെ ആലോചിക്കും എന്ത് ചെയ്യണം. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ, അവരവരുടെ ഭാര്യമാരെ സോപ്പിട്ട് കൂടെ നിർത്തുക, അതേ ഉള്ളൂ വഴി. അല്ല അതിപ്പോൾ എങ്ങനെ ചെയ്യും? അതിനൊക്കെ ഒരു വഴിയുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. മാറിക്കേ, ഇത് കഷ്ടമല്ലോ ദൈവമേ. നിനക്ക് കുക്ക് ചെയ്യാൻ സമയമൊന്നും ആയിട്ടില്ല, ഇനി 1 മണിക്കൂറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ആര് കുക്ക് ചെയ്യാൻ വന്നേ? കിട്ടി കിട്ടി. ശ്രീയുടെ ഒരു കാര്യം. ശ്രീ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു? പിന്നല്ലാതെ. എനിക്ക് വയ്യ ബുദ്ധിമതി തന്നെ. എന്നാ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. ഇനിയോ? എന്നാ ഒന്ന് കണ്ടുപിടിച്ചേ. ചൂടാ തണുപ്പാ? തണുപ്പ്. തണുപ്പാ? ഇപ്പൊ ചൂടാ തണുപ്പാ? ഇപ്പൊ ചെറിയ ചൂടൊക്കെ ഉണ്ട്. തണുപ്പായേ വീണ്ടും തണുപ്പ്. ആയി വീണ്ടും ചൂട്. ചൂടുണ്ടല്ലേ? അയ്യോ ചൂട് 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 ചൂട്. കിട്ടി. എന്റെ ഭാര്യയുടെ കാര്യം കൂടെ അടി അടി കളി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ആ പെണ്ണുമ്പിളിയോട് പോകാൻ പറ. ഇന്ന് എന്റെ സ്ത്രീക്ക് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്. അയ്യോ വേണ്ട, നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. എന്തെങ്കിലും ഞാൻ ഒന്ന് വായിക്കൊരു ചേരും വല്ലതും കഴിച്ചോട്ടെ. നീ എന്തോടെ ചേട്ടാ ഉമ്മാക്കിയ രാത്രി മനുഷ്യനെ പേടിപ്പിക്കാൻ? ചേട്ടാ പട്ടി വല്ലതൊക്കെ ചെയ്ത് കൊടുത്തതിന് മുമ്പ് എൻ്റെ അടുത്തും കൊണ്ടൊന്ന് പറയണം, അല്ലാതെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ കിട്ടി. അവൻ്റെ ആനിവേഴ്സറി ഗിഫ്റ്റ്. നിങ്ങൾ അനിയനെ കണ്ടുപിടിക്കും. നമ്മൾ ആനിവേഴ്സറി എന്നാണെന്ന് പോലും അറിഞ്ഞിടത്ത് കുരങ്ങ് എൻ്റെ കൂടെ കിടക്കണ്ട. ഇതൊക്കെ ഉണ്ടല്ലോ നിന്റെ എടുത്തിയാടത്തിൻ്റെ കുഴപ്പമുണ്ട്. കാര്യങ്ങൾ കുറച്ച് പക്വതയായി ഡീൽ ചെയ്യണം. നാളെ രാവിലെ ഞാൻ പറഞ്ഞു തരുന്ന പോലെ അങ്ങോട്ട് പെർഫോം ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ സോൾവ് ആയിക്കോളും. എൻ്റെ കണ്ണുമ്പ് ഇറങ്ങി പോടാ. എൻ്റെ ഭാര്യ കുമ്പാറിന് ഉറങ്ങിക്കൊണ്ട് കൊള്ളാം. ആര്യ, ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന തറക്കല്ലെന്ന് പറയുന്നത് സമാധാനപരമായ കുടുംബാന്തരീക്ഷമാണ്. സമാധാനപരമായ കുടുംബാന്തരീക്ഷത്തിന് സ്നേഹസമ്പന്നരായ കുടുംബാംഗങ്ങൾ വളരെ പ്രധാനമാണ്. പണ്ട് നമ്മുടെ ദിവാകരൻ മാമനെ മക്കൾ തമ്മിലും സമാനമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നാണെങ്കിൽ മാമന് ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നേ. സ്വന്തം മക്കൾ തമ്മിൽ ഒരു വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായാൽ അത് വരും തലമുറയെ തന്നെ ബാധിക്കുമെന്ന് മാമനൊരു തിരിച്ചറിവുണ്ടായി. ദെയർഫോർ മാമനൊരു കൺക്ലൂഷനിലെത്തി. എന്തായിരിക്കും ആ കൺക്ലൂഷൻ? 2 മക്കൾ 2 വീട്ടിൽ സ്പ്ലിറ്റ് ആയി താമസിക്കണം. അയ്യോ അങ്ങനെയല്ല, കോംപ്രമൈസ് ആവണതാണ് നമ്മുടെ കൺക്ലൂഷൻ. അല്ല, 2 വീട്ടിലാവുന്നതേ ഉള്ളൂ വഴി. ഈ വീട് ആർക്കാണെന്ന് ആദ്യം തീരുമാനം ഉണ്ടാക്കണം. നീ എന്തോന്നൊക്കെ ഡീ പറയണത്? ഇനി ഒന്നും പറയില്ല.
ഒന്നിയിൽ അവർ ഈ വീട്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങണമെന്നാണെങ്കിൽ പകുതി ഷെയർ തരാൻ പറയണം, അത്ര തന്നെ. അയ്യോ, നിനക്കിപ്പോഴും കഥ മനസ്സിലായിട്ടില്ലല്ലേ? അതെന്താണെന്നറിയാമോ, നമ്മുടെ ദിവാരമാവൻ. എനിക്കൊരു ചുക്ക് നോക്കണ്ട. ഹലോ അമ്മ, പറയാമ്മ. ശരി അമ്മ, ഓക്കെ അമ്മ. അമ്മ ഇങ്ങോട്ട് വരുന്നൂന്ന്. എന്ത്, ഇന്ന് ആരും ഓഫീസിലൊന്നും പോയില്ലേ? അത് പിന്നെ അമ്മ വരുന്നോണ്ട് ഞങ്ങൾ ലീവ് എടുത്തു. അതേതായാലും നന്നായി. എനിക്കേ പഴവങ്ങാടി അമ്പലത്തിൽ 101 തേങ്ങ അടിക്കാൻ നേർച്ചയുണ്ട്. പറമ്പിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. 2 പേര് പോയി പൊതിച്ചിട്ടെ. തേങ്ങ പൊതിക്കാനാ? ഞങ്ങളോ? എന്ത് പറ്റൂലേ? അയ്യോ അമ്മ, കുഴപ്പമില്ല, ചെയ്യാം. പിന്നെ വഴിപാട് കഴിഞ്ഞ ഉടനെ പോയില്ലേ, ഞങ്ങളുടെ കൂടെ 2 ദിവസം നിന്നിട്ട് പോകണം. 2 ദിവസമല്ല, ഇനി അങ്ങോട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ മാത്രം എന്തിനാ തറവാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? അതുകൊണ്ട് തറവാട് ഞാൻ അങ്ങ് ആയുർവേദ റിസോർട്ടാക്കാൻ തീരുമാനിച്ചു. ഓ നൈസ്. എന്നാൽ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീയും അവനും കൂടി പോയി പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ. നിങ്ങൾ 2 ആളും പോയി തേങ്ങ പോയിച്ചിട്ടോ. എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് പൊതിക്കാനല്ല അമ്മ പറഞ്ഞത്. അതിന് ഞാൻ പൊതിക്കൂലെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് വന്ന് പൊതി. ഇതാ. കുറച്ച് തേങ്ങ പൊതിക്കാൻ ഇത്രയും സമയമോ? എനിക്ക് വിശന്നിട്ട് വയ്യ. കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എടുത്തു പോയി. ഫ്രൈഡ് റൈസ്, തൈര് സാദം, കോമ്പിനേഷൻ ശരിയല്ലല്ലോ. അതമ്മ, ഞങ്ങളുടെ രണ്ടുപേരുടെ ടേസ്റ്റ് വ്യത്യാസമായതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എന്താടി, 2 പേർക്കും ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ തൊണ്ടയിൽ ഇറങ്ങൂലേ? ഇനി തൊട്ട് എന്തും ഉണ്ടാക്കണം എന്നുള്ള ബെന്ന് ഞാൻ തരാം. 2 പേരും ഒരുമിച്ച് പോയി ഉണ്ടാക്കിയാൽ മതി. മനസ്സിലായ? പൂയം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച കാലത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തന്നെ 8ാം ഭാവമായിട്ടുള്ള കേതുവിൻ്റെതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അതെ. ചേച്ചി, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കേട്ടോ. എടി, എങ്ങനെയെങ്കിലും അമ്മ ഇവിടെ നിന്ന് പാക്ക് ചെയ്യണം. ചേച്ചിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ? നമുക്ക് അരുണിൻ്റെ അടുത്തും ശ്രീയുടെ അടുത്തും ഈ കാര്യം പറഞ്ഞാലോ? 2 എണ്ണം അടുക്കളയിൽ കയറിയിട്ട് 1 മണിക്കൂറായല്ല. വല്ല നടക്കോ? ചേച്ചി, ഇതിൽ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കൂ. അയ്യോ, സോറി ചേച്ചി. കൊള്ളാലോ.
മഴ കാണൂ രാത്രി. എനിക്ക് ഡൗട്ടുണ്ട്. മാനം കറുത്ത് കിടപ്പുണ്ട്, അത്ഭുതങ്ങൾ സംഭവിക്കാം. തെളിഞ്ഞു തുടങ്ങി. അയ്യോ, എന്ത് പറ്റി രണ്ടുപേരും ഒരുമിച്ച്? കളിയാക്കൊന്നും വേണ്ട. അതെ അമ്മ. അയ്യോ, അമ്മേനെ തിരിച്ചു വന്നിട്ട് തോന്നുന്നു. എനിക്ക് തീരെ തോന്നുന്നില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, നിങ്ങൾ രണ്ടുപേരും വിചാരിച്ച നടക്കും. നമ്മളെന്തിനു വിചാരിക്കണം? ഒന്നാമത് അമ്മ ഇവിടെ നിന്ന് 2 ആഴ്ചയിൽ നിങ്ങൾ തമ്മിൽ അടിയൊന്നും ഉണ്ടാക്കാതെ ഞങ്ങൾക്കെതിരെ മനസ്സമാനം കിട്ടിയത്. പിന്നെ ഞങ്ങൾ അതിന് വിചാരിക്കണം. അയ്യോ ചേട്ടാ, ഇനിയിപ്പോ അമ്മ പോയി കഴിഞ്ഞാലും ഞങ്ങൾ തമ്മിൽ അടിയൊന്നും കൂടൂല. നിങ്ങൾ തമ്മിൽ അങ്ങനെ അടി കൂടൂലെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീട് ഭാഗം വെക്കണ്ടേ? പാകം വെക്കാനാ? എന്തിന്? ഞങ്ങൾ ഇനി തൊട്ട് ഒറ്റക്കെട്ട. സത്യം. അതൊക്കെ ശരി. എന്തായാലും ഇന്നിനി അമ്മയുടെ അടുത്തൊന്നും സൂചിപ്പിക്കാൻ പറ്റൂല. നാളെ ഓണമല്ലേ, സൂചിപ്പിച്ച് നോക്കാം. ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും വിചാരിച്ച നടക്കും. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ രണ്ടുപേരും. പിള്ളേര് വേഗം ഇറങ്ങ്, അമ്പലത്തിൽ പോകാൻ സമയമായി. ഒന്ന് പോയി പറ പ്ലീസ്. എടാ, നിങ്ങളുടെ ഭാര്യമാർ സെറ്റായില്ലേ? ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി എന്തെങ്കിലും വിളച്ചിൽ കാണിച്ചാൽ എന്നെ വിളിച്ചാൽ മതി. എവിടെ? അങ്ങനെ ഒരുവിധം ഞങ്ങളുടെ ഭാര്യമാരെ തമ്മിൽ സെറ്റായി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഷെയർ മാത്രമല്ല, കമന്റും ചെയ്യണേ. പിന്നെ നമ്മുടെ SKG ടോക്സിന്റെ എല്ലാ വീഡിയോസും മറക്കാതെ കാണണേ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പൊ പിന്നെ എല്ലാവർക്കും ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന